എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷവും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുവരെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നോക്കിയ സമയത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അതായത് ഇതുവരെ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 14 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്ത സമയത്ത് വിദ്യാർത്ഥികൾക്ക് കാണാനായിട്ട് സാധിക്കുക നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കാണാനായിട്ട്, അതായത് അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കുക സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് ഉണ്ടാവുക. വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വ്യൂ യുവർ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത സമയത്ത് അത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് നോക്കിയ സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതായത് വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരുണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനും കാണിക്കുന്നത്. നിങ്ങൾക്ക് നിലവിൽ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു രണ്ട് ഓപ്ഷനുകളും നിങ്ങളുടെ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവിടെ നിങ്ങൾക്ക് ആകെ കാണാനായിട്ട് സാധിക്കുന്നത് ഏതൊക്കെയാണ് ലിങ്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വ്യൂ യുവർ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനും അതുപോലെ തന്നെ വേറെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനുകൾ നോക്കുന്ന ഈ ഒരു ലിങ്കുകൾ വഴി എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ എവിടെയെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് അല്ല, ഓരോ സ്കൂളിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് മനസ്സിലാക്കുക. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് സ്കൂളിലെ ലാസ്റ്റ് റാങ്കാണ് അറിയേണ്ടത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ലാസ്റ്റ് റാങ്കുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വെച്ചിട്ടുള്ള ഓപ്ഷനുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്ര ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്കും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരിക്കലും ചേഞ്ച് ആവുന്നതല്ല. നിലവിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങളുടെ റാങ്ക് എന്താണോ ആ ഒരു സെയിം റാങ്ക് തന്നെയായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കാണുക. എന്നാൽ ലാസ്റ്റ് റാങ്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് റാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്കൂളിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക്, അതായത് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് അനുവദിച്ച വിദ്യാർത്ഥിയുടെ റാങ്കാണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. യുവർ റാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റാങ്കാണ്. അപ്പോൾ ഈ ഒരു യുവർ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യത്യാസം കുറവ് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത്
ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷവും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ അപേക്ഷ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.